ബിനോയ് വിശ്വം ചേരുന്നുണ്ട് ഇപ്പോൾ നമുക്കൊപ്പം. ശ്രീ ബിനോയ് വിശ്വം, മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രകൃതിക്കായി അത്രയധികം പ്രയത്നിച്ച, പ്രകൃതിയുടെ സംരക്ഷണത്തിനായി അത്രയധികം പ്രയത്നിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ വിട പറയുന്നത്. എന്തൊക്കെ ഓർമ്മകളാണ് അദ്ദേഹത്തെ പറ്റി പങ്കുവെക്കാനുള്ളത്? മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഉണ്ടാകേണ്ടുന്ന പരസ്പര ബന്ധത്തെപ്പറ്റി അഗാധമായി ചിന്തിച്ച, ആ ബന്ധം പരിപാലിക്കാനായി ആവശ്യമായ നിർദ്ദേശങ്ങളെപ്പറ്റി സമർപ്പിച്ച ഒരു വലിയ മനുഷ്യത്യാഗിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശാസ്ത്രവും മനുഷ്യനും, പ്രകൃതിയും മനുഷ്യനും എല്ലാം തമ്മിലുള്ള ബന്ധത്തിന്റെ ഏത് വിഷയവും പഠിക്കുമ്പോൾ ഭാവി തലമുറയും ഭാവിയുമാണ് മുഖ്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു തലമുറയ്ക്ക് ഈ ലോകത്തെ, ഈ ഭൂമിയെ വാസയോഗ്യമായി സൂക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ചില പ്രത്യേക മേഖലകളുടെ പ്രാധാന്യത്തെപ്പറ്റി ഇന്ത്യയെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പശ്ചിമഘട്ടം. 6 സംസ്ഥാനങ്ങളെ ഒരുമിച്ച് സ്പർശിച്ചു കിടക്കുന്ന ഈ പശ്ചിമഘട്ട മേഖല, ആ മേഖലയുടെ പരിസ്ഥിതി പ്രാധാന്യം അതീവ ഗൗരവത്തോടെ പഠിച്ച സയന്റിസ്റ്റായിരുന്നു അദ്ദേഹം. ആ പഠന ഫലമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ചില പ്രത്യേക മേഖലകൾക്ക് പ്രത്യേക അവസ്ഥകളുണ്ട്. അതിന്റെ ശക്തി ദൗർബല്യങ്ങളെ പറ്റിയുള്ള ചിന്ത മനുഷ്യന് വേണം. വികസനം എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും കയറി കണ്ണും മൂക്കുമില്ലാതെ എന്തും ചെയ്താൽ തൽക്കാലത്തേക്ക് കുറച്ച് പണമുണ്ടാക്കാൻ പറ്റിയേക്കും. പക്ഷെ ആ പണം ശാശ്വതമല്ല, ആ ലാഭം നിലനിൽക്കില്ല. കുറെ കഴിയുമ്പോഴേക്കും പ്രകൃതി പകരം വീട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്രയും ശരിയാണത്. പ്രകൃതിയോട് നമ്മൾ അപ്പോഴപ്പോഴത്തെ താൽക്കാലിക ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ട് നടത്തുന്ന ഓരോ ഏറ്റങ്ങൾക്കും ക്രമങ്ങൾക്കുള്ള പ്രതിവിധിയല്ല, അതിന്റെ പ്രതികാരം പ്രകൃതിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് നാം പിന്നെ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, മലയിടിച്ചിലുകൾ എല്ലാം കാണുമ്പോഴെല്ലാം ഈ ഗാഡ്ഗിൽ മുന്നറിയിപ്പ് എത്രയും ശരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഗാഡ്ഗിലിനെ ഞാൻ കാണുന്നത് ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ ശാസ്ത്രജ്ഞനായിട്ടാണ്. അദ്ദേഹം ഒരു പരിസ്ഥിതി മൗലികവാദിയല്ല, അദ്ദേഹം പരിസ്ഥിതിവാദിയായിരുന്നു. പരിസ്ഥിതിവാദവും പരിസ്ഥിതി മൗലികവാദവും രണ്ടും തെറ്റാണ്. പരിസ്ഥിതി മൗലികവാദം രണ്ടും ഒന്നല്ല. പരിസ്ഥിതിവാദം ശരിയാണ്, മൗലികവാദം തെറ്റാണ്. അതുപോലെ തന്നെ വികസനവാദം ശരിയാണ്, വികസന മൗലികവാദം തെറ്റാണ്. ഇത്തരം മൗലികവാദങ്ങളെ ഒരിക്കലും ഗാഡ്ഗിൽ സമ്മതിച്ചിട്ടില്ല, ശരിവെച്ചിട്ടില്ല. പക്ഷേ ഗാഡ്ഗിലിന് കറകറ്റ ലക്ഷ്യബോധമുള്ള ശാസ്ത്രീയമായ മനുഷ്യസ്നേഹപരമായ പ്രകൃതിവാദം ഉണ്ടായിരുന്നു. ആ പ്രകൃതിവാദം ശരിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ശുപാർശകളോട് അദ്ദേഹം പറഞ്ഞു, ഈ ശുപാർശകളെല്ലാം ഞങ്ങളുടെ കമ്മിറ്റി നടത്തിയ പഠനഫലമായി കണ്ടെത്തിയ ഞങ്ങളുടെ നിരീക്ഷണങ്ങളും ശുപാർശകളുമാണ്. ഈ ശുപാർശകളുടെ നടത്തിപ്പിന്റെ അധികാരം ആർക്കാണെന്ന് വെച്ചാൽ ഗാഡ്ഗിൽ പറഞ്ഞു, അത് ഗ്രാമസഭകൾക്കായിരിക്കണം. എന്താ ഗ്രാമസഭ? ഗ്രാമസഭകൾ ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ള സഭയാണ് ഗ്രാമസഭ. ആ ഗ്രാമസഭകളായിരിക്കണം ഈ ശുപാർശകളെ പറ്റിയുള്ള ആത്യന്തികമായ തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത്. ഞങ്ങൾ പശ്ചിമഘട്ടത്തെ 3 സോണായി വേർതിരിച്ച് ഓരോ സോണിലും എന്തെല്ലാം ആകാം, എന്തെല്ലാം ആയിക്കൂടെ എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആ പ്രദേശങ്ങളുടെ, അവരുടെ ജീവിതങ്ങളുടെ, ഭാവിയുടെ, ഗ്രാമങ്ങളുടെ എല്ലാം താല്പര്യങ്ങളെ അടിസ്ഥാനപരമായിട്ട് തന്നെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. അതിൽ തെറ്റ് ശരിയും പറ്റി ഞങ്ങളെല്ലാം അവസാനം അവർക്ക് പറയേണ്ടത് ജനങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞ, ജനങ്ങളുടെ കയ്യിൽ അതിന്റെ താക്കോലേൽപ്പിച്ച ജനാധിപത്യവാദിയായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടാണ് അദ്ദേഹത്തെ നാം കാണേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എത്രയോ ശരിയാണ്. പ്രകൃതിയെ മറന്നുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ പ്രകൃതിയുടെ മേൽ നാം കണ്ണും മൂക്കും ഇല്ലാതെ ആഘാതങ്ങൾ ഏൽപ്പിച്ചാലുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെപ്പറ്റി അദ്ദേഹം നൽകിയ മുന്നറിയിപ്പ് എത്രയും ശരിയാണെന്ന് ഓരോ തവണയും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ആ മുന്നറിയിപ്പ് മറക്കാതിരിക്കുക. ലാഭത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, തൽക്കാലത്തെ ആവശ്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് പ്രകൃതിയുടെ ദുർബലമായ അവസ്ഥയെ പരിഗണിക്കാതെ പോയാൽ അത് അനീതിയായിരിക്കും അദ്ദേഹം പറഞ്ഞു. ആ സത്യം ശാസ്ത്രീയമായി ലോകമെന്ന് അംഗീകരിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഈ ആഗോളതാപന കാലത്ത് മനുഷ്യൻ പാലിക്കേണ്ടുന്ന മര്യാദയെപ്പറ്റി അഗാധമായി ചിന്തിച്ച, ഗാന്ധിയനായി ജീവിച്ച, പ്രകൃതിയെ സ്നേഹിച്ച, എളിമയും ലാളിത്യവും ജീവിത സ്വഭാവമാക്കി മാറ്റിയ ആ വലിയ സയന്റിസ്റ്റിന്റെ, ശാസ്ത്രജ്ഞന്റെ നിര്യാണവേളയിൽ ദുഃഖിക്കുന്ന എല്ലാവരുടെയും കൂടെ ഞാനും ചേരുന്നു, ദുഃഖം പങ്കിടുന്നു. ആ മഹത്തായ സ്മരണയുടെ മുമ്പിൽ ഞാൻ ആദരപൂർവ്വം തലമുനിക്കുന്നു. ശ്രീ ബിനോയ് വിശ്വം, അതുപോലെ തന്നെ ഒരിക്കൽ മാധവ് ഗാഡ്ഗിൽ പറയുകയുണ്ടായി, ഏത് ഗ്രാമത്തിൽ നിലവിൽ വരുന്ന പദ്ധതികളെ പറ്റിയും
തീരുമാനമെടുക്കേണ്ടത് ആ ഗ്രാമത്തിലെ ജനങ്ങളായിരിക്കണമെന്ന്. അതായത് ആ പദ്ധതിയെപ്പറ്റി പഠിച്ചവർക്കോ അല്ലെങ്കിൽ ആ പദ്ധതിയെപ്പറ്റി ഉള്ള പദ്ധതി ഉണ്ടാക്കിയവർക്കോ ഒക്കെ അപ്പുറത്തേക്ക് ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കായിരിക്കും ആ പ്രകൃതിയെപ്പറ്റി അറിയുക എന്ന് മനസ്സിലാക്കാൻ മാധവ് ഗാഡ്ഗിലിന് സാധിച്ചിരുന്നു മറ്റാരേക്കാളും എന്ന് തന്നെ വേണം കരുതാനല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, ഇതേ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവസാനം അതൊക്കെ പറയേണ്ടത് മറ്റാരുമല്ല, ജനങ്ങൾ തന്നെയാണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഗാഡ്ഗിൽ പറഞ്ഞു ഗ്രാമസഭകൾക്കാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒതുക്കപ്പെട്ട റിപ്പോർട്ടിന്റെ ശുപാർശകളുടെ പേരുള്ള അവസാനത്തെ വാക്ക് പറയാനുള്ള അവകാശം ഗ്രാമസഭയ്ക്കാണെന്ന് കൃത്യമായി പറഞ്ഞ ജനാധിപത്യവാദിയായ ജനങ്ങൾക്കൊന്ന സ്ഥാനം കൊടുത്ത ശാസ്ത്രജ്ഞനായിട്ട് ഗാഡ്ഗിലിനെ ചൂണ്ടിക്കാണിക്കാൻ അശേഷം ഞാൻ പഠിക്കുന്നില്ല. ശരിയപ്പോ നന്ദി ശ്രീ ബിനോയ് വിശ്വം. അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചതിന്. മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.